ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിലും നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോക്കോൾ പ്രകാരമുള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കൊടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. തെറ്റായി ഒരു ബോധപൂർവം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെങ്കിലും റിപ്പോർട്ട് എഴുതി കൊടുത്ത ആളിന് വെറുതെ പോകാൻ വേണ്ടി പറ്റുമോ? അയാൾ മറുപടി പറയേണ്ടതല്ലേ? അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഇത് രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിന് ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? സമയം താമസിച്ചു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എടുക്കട്ടെ. അവിടെ എത്രയോ വർഷക്കാലം കഴിഞ്ഞ ശേഷമാണ് ചില കേസുകൾ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും 19 കോടി രൂപ ആ രൂപ ചെലവഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളം കണക്ക്, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ആ പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.